മഞ്ജരി, ദേവി ഇത് മമ്മി എന്നെ കുറച്ചേരം വെറുതെ വിട്ടേക്ക് പ്ലീസ്. വിവാഹമോചനത്തിന് മുൻപ് മിഥുന് മറ്റൊരു പെൺകുട്ടിയുമായി നിശ്ചയം നടത്താൻ എങ്ങനെ ധൈര്യപ്പെട്ടു നിങ്ങൾ? എന്റെ ചേച്ചി ഉള്ളപ്പോ മിഥുനേട്ടനെ മറ്റൊരു പെണ്ണിനെ കൊണ്ട് കെട്ടിക്കാൻ നോക്കുന്നത് എവിടുത്തെ മര്യാദയാണെന്ന് പറഞ്ഞേ. നിങ്ങൾ എന്റെ ചേച്ചിയുടെ കഴുത്തിൽ കെട്ടിക്കൊടുത്ത താലിക്ക് വല്ല വിലയുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ നടക്കുന്ന ഈ നിശ്ചയം വേണ്ടത് പറയാനുള്ള ആണത്തെങ്കിലും നിങ്ങൾ കാണിച്ചേനെ. പക്ഷെ ആന്റി ഒരു കാര്യം മാത്രം മറക്കാതിരുന്നാ കൊള്ളാം. മനസാക്ഷി തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ആന്റിയുടെ വാക്കുകൾ എന്നെ അതിശയിപ്പിക്കുന്നു. അവിടെ നിൽക്കും മേഘനെ. നീ എന്താ നിന്റെ മനസ്സിൽ തീരുമാനിച്ചിരിക്കുന്നേ? ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാരെയും മാറ്റി നിർത്തി എന്റെ മനസ്സിൽ സ്ഥാനം കിട്ടുന്നോ? നീയും നിന്റെ അനിയത്തിയും കൂടി ഒപ്പിച്ച കാര്യങ്ങള് ഇന്നിവിടെ എത്ര വലിയ അപമാനം ഉണ്ടാക്കിയെന്ന് നിനക്കറിയോ? അതിനെക്കുറിച്ച് വല്ല ധാരണയുണ്ടോ നിനക്ക്? ജഡ്ജി മാഡം പറയുന്നത് കേട്ട് നിങ്ങൾ എല്ലാവരും ആകെ വല്ലാതായി എന്ന് എനിക്കറിയാം ഇതിനേട്ടാ. പക്ഷെ അങ്ങനെ ഒരു പ്രയാസകരമായ സിറ്റുവേഷനിലേക്ക് നിങ്ങൾ എല്ലാവരും കൂടിയല്ലേ കൊണ്ടെത്തിച്ചേ? ഓ, അപ്പൊ നീ എന്താ പറഞ്ഞു വരുന്നേ? എന്റെയും മഞ്ജരിയുടെയും കല്യാണ നിശ്ചയം നടത്തുന്നത് മോമെടുത്തൊരു തെറ്റായ തീരുമാനമാണെന്നാണോ? തെറ്റുപറ്റിയിരിക്കുന്ന എന്റെ മോമിനാണല്ലേ? മിഥുനേട്ടന്റെ ചോദ്യങ്ങളിൽ തന്നെ അതിനുള്ള ഉത്തരവുണ്ടല്ലോ ഏട്ടാ. നമ്മുടെ വിവാഹമോചനം നടക്കാതെ മിഥുനേട്ടന്റെയും മഞ്ജരിയുടെയും നിശ്ചയം നടത്താൻ കഴിയോ? ഇപ്പോഴും ഞാൻ തന്നെയാണ് മിഥുനേട്ടന്റെ ഭാര്യ. അത് നിലനിൽക്കുന്നിടത്തോളം മറ്റൊരാൾക്കും അത് കിട്ടില്ല. അതിനർത്ഥം അമ്മയുടെ തീരുമാനം തെറ്റാണെന്ന് തന്നെയല്ലേ? ഓ, എന്റെ മോമിന്റെ തീരുമാനങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ മാത്രമായല്ലേ? തീരുമാനങ്ങൾ എടുത്തത് ഏത് വ്യക്തിയാണ് എന്നതിനല്ല ഇവിടെ പ്രസക്തി. അതിനെ എത്രത്തോളം ന്യായീകരിക്കാൻ കഴിയുമെന്നും എത്രമാത്രം ധർമാധിഷ്ഠിതമാണെന്നുള്ള കാര്യവുമാണ് ചിന്തിക്കേണ്ടത്. നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ മേഘനെ. പക്ഷെ ഇന്ന് നീയും നിന്റെ അനിയത്തിയും കൂടി ചെയ്ത കാര്യങ്ങള് എന്റെ മോമിനെ എത്രമാത്രം ഹേർട്ട് ചെയ്തിട്ടെന്ന് അറിയാമോ നിനക്ക്? നിന്നോടിപ്പോ മോമിന് ദേഷ്യ. ആരുതെന്ന് പറഞ്ഞാലും പിന്നെ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചോണ്ട് മുമ്പിൽ ചെന്ന് പെടുകല്ലേ? സത്യം പറ, അവസാന നിമിഷം വരെ കാത്തിരുന്ന് നീ നിന്റെ അനിയത്തിയും കൂടി ഇതെല്ലാം ഒപ്പിച്ചത് മനഃപൂർവ്വം ആയിരുന്നില്ലേ മേഘനെ? എല്ലാവരുടെയും മുമ്പില് ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തെ അപമാനിക്കാൻ വേണ്ടി, നീ വിചാരിച്ചാ എന്തും ചെയ്യാൻ പറ്റുമെന്ന് കാണിക്കാൻ വേണ്ടി ഇതുപോലൊരു വികൃതി ഒപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഇങ്ങനത്തെ ചെറിയ വികൃതികൾ കാണിക്കാൻ ഞാൻ ഇപ്പോഴും ഒരു കൊച്ചു കുട്ടിയാണെന്നുള്ള ധാരണ മിഥുനേട്ടന്റെ മനസ്സിലുണ്ടോ? ഉത്തരവാദിത്തമുള്ളൊരു ഭാര്യയും മരുമകളുമാണ് ഞാൻ. വേണമെങ്കിലും നിങ്ങളുടെ അമ്മ എന്നോട് ഈ മുറിയിൽ കയറരുതെന്ന് പറഞ്ഞ ആ നിമിഷം തന്നെ ഈ കുടുംബത്തിനെതിരെ എനിക്ക് പലതും ചെയ്യാൻ കഴിയുമായിരുന്നു മിഥുനേട്ടാ. മിഥുനേട്ടൻ മനസ്സിൽ മറ്റൊരു പെണ്ണിനെ കൊണ്ട് നടക്കുന്നുണ്ടെന്നും അവിടെ എനിക്ക് യാതൊരു സ്ഥാനവും ഇല്ലെന്നറിഞ്ഞപ്പോ ആ നിമിഷം തന്നെ എനിക്ക് വീടിനെതിരെ പലതും ചെയ്യാനാവുമായിരുന്നല്ലോ. അത്രയ്ക്കേ ഉള്ളൂ നിങ്ങൾ എല്ലാവരും എന്നെ മനസ്സിലാക്കിയത്. ഇനി ഒരിക്കലും നിങ്ങൾക്ക് മനസ്സിലാവാനും പോകുന്നില്ല. ഞാൻ വല്ലാതെ നിരാശപ്പെട്ടു പോയി ഏട്ടാ. മേഘനയുടെ വ്യക്തിത്വം എന്താണെന്നുള്ളത് മിഥുനേട്ടന് പോലും മനസ്സിലായിട്ടില്ല. അതെന്റെ നിർഭാഗ്യമാണ്. വാക്കുകൊണ്ട് പോലും മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കരുതെന്നും വേണ്ടാത്ത ശത്രുതകൾ വെച്ച് പൊറുപ്പിക്കരുതെന്നും ആഗ്രഹിക്കുന്നവളാണ് ഞാൻ. നേട്ടൻ അറിയില്ലേ? മറ്റുള്ളവരുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്നവളാ മേഘന. ആരോടും വിദ്വേഷം പ്രകടിപ്പിക്കാത്തവൾ. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ട് വേണോ ഏട്ടനെ അറിയാൻ? സന്തോഷായി ഏട്ടാ. ഇത്രയും കാലം കൂടെ ജീവിച്ചതിനുള്ള ഈ പ്രതിഫലം എനിക്ക് തന്ന ഈ സർട്ടിഫിക്കറ്റാ. മഞ്ജരി, മനസ്സിന് ഒരു സുഖമില്ല മിഥുൻ. ഇന്ന് നമ്മുടെ എൻഗേജ്മെന്റ് നടക്കുമെന്ന് ആഗ്രഹിച്ച് കല്യാണത്തെക്കുറിച്ച് വരെ ഒത്തിരി സ്വപ്നങ്ങൾ ഞാൻ കണ്ടിരുന്നതാ. സത്യത്തെ ഞാൻ പറക്കുകയായിരുന്നു എന്ന് പറയാം. പക്ഷേ ഒരൊറ്റ നിമിഷം കൊണ്ടല്ലേ ആ സ്വപ്നങ്ങളെല്ലാം അസ്തമിച്ചത്. എനിക്ക് സഹിക്കാനാവുന്നില്ല.
ഡോണ്ട് വറി മഞ്ജരി. കഴിഞ്ഞതിനെ പറ്റി ഓർത്തിങ്ങനെ വിഷമിക്കുന്നതിനേക്കാൾ നടക്കാനുള്ളതിനെ പറ്റി ആലോചിക്കും. അതെന്താ മിഥുൻ നീ അങ്ങനെ പറഞ്ഞത്? എനിക്ക് മനസ്സിലാക്കി കനല് കോരിയിട്ട പോലെ തോന്നുക. ആ മേഘിനെയും ചാരു അനുഭവിച്ചോളും. എന്റെ മോഹങ്ങളാണ് അവർ തല്ലിക്കെടുത്തിയത്. എന്റെ ശാപം അവരെ നെഞ്ചത്തുണ്ടാവും. എനിക്ക് വയ്യ മിഥുൻ ഇനിയും ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ. എന്റെ പിടി വിട്ടു പോകും പോലെ തോന്നുക. അവർക്ക് രണ്ടുപേർക്ക് എന്തിനാ നമ്മളോട് ഇത്ര ശത്രുത? നമ്മളെ തമ്മിലകറ്റാൻ അവർ എന്തിനു കച്ചുകെട്ടി ഇറങ്ങിയിരിക്കുന്നു? മഞ്ജരി, ഞാൻ നിന്നോട് പിന്നെ സംസാരിക്കാം. മിഥുൻ, ഇപ്പൊ നിനക്ക് എന്നോട് സംസാരിച്ചാൽ എന്താ? എന്റെ വിഷമം ഞാൻ പങ്കുവെച്ചിട്ട് അത് കേൾക്കാൻ പോലുള്ള മനസ്സ് നിനക്ക് ഇല്ലാണ്ടായോ? ഞാൻ ആകെ തകർന്ന് തളർന്നിരിക്കുക. നിനക്കിത് മനസ്സിലാക്കാനാവുന്നില്ലേ? അതിന് സമയമില്ലാണ്ടായോ? ഇപ്പൊ മനസ്സിലാക്കേണ്ടത് നീയാണ് മഞ്ജരി. പ്ലീസ്, ഞാൻ നിന്നോട് പിന്നെ സംസാരിക്കാം. അത് പറ്റില്ല മിഥുൻ. എന്നോട് നീ ഇപ്പൊ തന്നെ സംസാരിക്കണം. എനിക്ക് മഞ്ജരി, പ്ലീസ് പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഞാൻ പറയാം. എന്താ മഞ്ജരി നിനക്ക് പറയാനുള്ളത്? കല്യാണം കഴിഞ്ഞൊരു വ്യക്തിയോട് അടുത്ത് തന്നെ ഭാര്യ ഉള്ളപ്പോ എന്താ നിനക്ക് ഇത്രയ്ക്ക് പറയാൻ? എന്താ നിനക്ക് ഷെയർ ചെയ്യേണ്ടത്? മേഘനെ, എന്തിനാ ഫോൺ കട്ട് ചെയ്തേ? ഫോണിങ്ങിതാ. കുറച്ചു നേരം സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചാ എല്ലാം ശരിയായിക്കോളും. മേഘനെ പ്ലീസ്, ഫോണിങ്ങിതാ. അത് കുറച്ചു നേരം എന്റെ കയ്യിലിരുന്നോട്ടെ. മേഘനെ, നീ ദയവ് ഇത് പറയുന്നേക്ക്. ഫോൺ എന്റെ കയ്യിലേക്ക് ഇതാ. ഈ പാതിരാത്രി മിഥുനേട്ടന് ഫോൺ എന്തിനാ? വല്ല ഇമ്പോർട്ടന്റ് കോൾസ് വന്നാലോ? ആരുടെ കോൾസ്? മഞ്ജരിയുടെ കോൾസ് ആണോ? അതാണോ ഇത്രയും വലിയ ഇമ്പോർട്ടന്റ്? നിന്റെ വാശി നിന്റെ കയ്യിലിരിക്കട്ടെ. ആ ഫോണിങ്ങിതാ. ഞാൻ തരില്ല. മര്യാദക്ക് തരാനാ പറഞ്ഞേ. ഞാൻ തരില്ല എന്നല്ലേ പറഞ്ഞേ? ഇപ്പൊ ഉള്ള ശകല സമാധാനം പോലും നശിപ്പിക്കാൻ വേണ്ടി ഓരോരുത്തരെ വിളിച്ചോളും. അതെങ്കിൽ താ മേഘനെ പ്ലീസ്. മേഘനെ, മര്യാദക്ക് ഫോണിങ് തരാൻ. തരില്ലെന്ന്. ഫോൺ തരാൻ. ഫോൺ കൈ കിട്ടിയല്ലോ. എന്നെ വിളിക്ക്, സന്തോഷായിട്ട് വിളിക്ക്. എന്നിട്ട് മഞ്ജരിയോട് സംസാരിക്ക്. ഇപ്പൊ തൃപ്തിയായി കാണുമല്ലോ. മേഘനെ, നീ എന്താ എന്റെ റൂമില്? മിഥുൻ സാർ ഇപ്പോഴും ഉറക്കത്തിലാണെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഇന്നലെ രാത്രി നടന്നതൊന്നും ഓർമ്മ കിട്ടാത്തത്. ജഡ്ജി മേഡം വന്ന് ഇനി തൊട്ട് ഞാനും നിങ്ങളും ഒരു റൂമിൽ ഒരു കിടക്കയിൽ കഴിയണമെന്ന് പറഞ്ഞിട്ട് പോയതല്ലേ? ആ കണ്ടീഷൻ ഫോളോ ചെയ്തില്ലെങ്കിൽ ഡിവോഴ്സിന്റെ ആപ്ലിക്കേഷൻ പോലും റദ്ദാക്കുമെന്നാ പറഞ്ഞ. ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. മറന്നു പോയതാണെങ്കിൽ ഒന്ന് ഫ്ലാഷ് കട്ട് ചെയ്ത് നോക്കിക്കോളൂ ഏട്ടാ. 6 മാസം വരെ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ ജീവിക്കണമെങ്കിൽ ഒരു വീട്ടിൽ 2 റൂമിലൊന്നും കഴിയാൻ പറ്റില്ല. ഒരേ റൂമിൽ ഒരേ കിടക്ക പങ്കിട്ട് വേണം കഴിയാൻ. മോളെ മേഘനെ, ഇന്നു മുതൽ നീ മിഥുന്റെ റൂമിൽ വേണം കഴിയാൻ. അതല്ലാത്ത പക്ഷം കോടതി വിധിയെ നിങ്ങളും ധിക്കരിച്ചതായി കരുതേണ്ടി വരും. എന്തേ, ഫ്ലാഷ് കട്ട് ചെയ്ത് നോക്കിയായിരുന്നോ? ഞാൻ പറഞ്ഞു തന്നെയല്ലേ കണ്ടത്. അത് ശരിയാ. അങ്ങനെ നീ പിടിച്ചെടുത്ത് കാര്യങ്ങളെത്തി. ജഡ്ജിയെ വരെ കൊണ്ടുവന്ന് ഞങ്ങളുടെ കുടുംബത്തെ അപമാനിച്ചു.
അത് അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന കാര്യമാണോ? മനസ്സിലായി കാണുന്ന കരുതിയത്. ഇപ്പോഴും തെറ്റിദ്ധാരണ തന്നെയാണല്ലേ? അതെ, മനസ്സിലായി വരുന്നു. നിന്റെ വാശി എന്താണെന്നും പക എത്രത്തോളം ഉണ്ടെന്നും. പുതിയതായിട്ട് വേറെ എന്തെങ്കിലും മനസ്സിലാക്കണോ നീ? ഏട്ടന് മറ്റുള്ളവരുടെ തെറ്റ് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. എന്റെ ശരി എന്താ മനസ്സിലാക്കാൻ കഴിയാത്തെ? തൽക്കാലം എനിക്ക് നിന്നോട് ഇതിനെക്കുറിച്ചൊന്നും ഡിസ്കസ് ചെയ്യാൻ താല്പര്യമില്ല. സൈഡിലേക്ക് മാറും. നനഞ്ഞ ടവല് ബെഡിലേക്ക് ഇടുന്ന ശീലം ഇനിയും മാറിയിട്ടില്ലേ? ഒരു കാലത്ത് പറയാൻ ആളുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ ആരും ഇല്ലല്ലോ. അതുകൊണ്ടാ പഴയ ദുശീലങ്ങൾ പിന്നെയും തുടങ്ങി. ഇനി എന്തായാലും നീയും ഈ റൂമിൽ തന്നെയല്ലേ കഴിയാൻ പോകുന്നേ. നിന്റെ ഇഷ്ടത്തിനെല്ലാം മാറ്റിവെച്ചോ. മഞ്ജരി, ഇന്നലെ നടന്ന സംഭവങ്ങളുടെ പേരിൽ ഇനി നീ വീട്ടിലേക്ക് വരാതാവോന്നായിരുന്നു എന്റെ പേടി. താങ്ക് ഗോഡ് തിരിച്ചു വരാൻ തോന്നിയല്ലോ. എനിക്കറിയായിരുന്നു ആന്റി, മിഥുനിൽ നിന്ന് ഞാൻ അകന്നു കഴിയുന്നിടത്തോളം മേഘിന് അവനോട് കൂടുതൽ അടുക്കാനേ ശ്രമിക്കുകയുള്ളൂ. മഞ്ജരി, നിനക്കിത്തിരി ബുദ്ധിയെ കുറച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. സാഹചര്യങ്ങളല്ലേ ആന്റി നമ്മളെ പാഠങ്ങൾ പഠിപ്പിക്കുന്നത്. ഇതും അതിലൊന്നാണെന്ന് കരുതിയാ മതി. ശരി, നീ വാ. എന്റെ സുദീപേ, ദിവസവും ഈ ഇഡ്ഡലിയും ദോശയില്ലാതെ വേറെന്തെങ്കിലും നിനക്കുണ്ടാക്കി നാളെ പുട്ടുണ്ടാക്കട്ടെ ഏട്ടാ. ഹായ് മിഥുൻ. ഹായ് മഞ്ജരി, ഗുഡ് മോർണിംഗ്. ഹായ് അങ്കിൾ. ഹായ് മോളെ. മിഥുൻ, നീ പുതിയ ഫോൺ വാങ്ങിയോ? അതെ ചെറിയമ്മേ, ഇന്ന് കാലത്താ വാങ്ങിച്ചത്. പെട്ടെന്ന് എന്തിനാ നീ ഇപ്പൊ പുതിയ ഫോൺ വാങ്ങിച്ചേ? പഴയ ഫോണിന് എന്ത് പറ്റി? ഫോൺ തരാൻ. ഫോൺ കൈ കിട്ടിയല്ലോ. എന്നെ വിളിക്ക്, സന്തോഷായിട്ട് വിളിക്ക്. എന്നിട്ട് മഞ്ജരിയോട് സംസാരിക്ക്. ഇപ്പൊ തൃപ്തിയായി കാണുമല്ലോ. ചോദിച്ചു കേട്ടില്ലേ മിഥുൻ? പഴയ ഫോൺ എന്ത് പറ്റിയെന്ന്? അത് താഴെ വീണ് മഞ്ജരി, അതുകൊണ്ടാ പുതിയത് മേടിച്ചത്. ചെറിയമേ, ഇതില് ചെറിയമ്മയുടെ നമ്പർ ഫീഡ് ചെയ്ത്. മഞ്ജരി, നീ നിന്റെ നമ്പർ ഒന്ന് ഫീഡ് ചെയ്തേ. വാട്ട് ഇസ് ദിസ് മിഥുൻ? നിനക്ക് മഞ്ജരിയുടെ നമ്പർ മനപ്പാടായിരുന്നു എന്നാ ഞാൻ കരുതിയിരുന്നത്. നമ്പർ നോട്ട് ചെയ്യാൻ പറഞ്ഞ സ്ഥിതിക്ക് നിനക്ക് മഞ്ജരിയുടെ നമ്പർ ഓർമ്മയില്ലെന്നല്ലേ? അത് പിന്നെ ഫോൺ നമ്പർ നമ്മുടെ ഫോണിലുണ്ടായിരിക്കുമല്ലോ, പിന്നെന്തിനാ നമ്മുടെ മൈൻഡിലേക്ക് അത് കയറ്റി വെക്കുന്നത്? മിഥുൻ, മേഘനയുടെ നമ്പറും കൂടെ വാങ്ങിച്ചോട്ടോ. അതിന്റെ ആവശ്യമില്ല, മേഘനയുടെ നമ്പർ എനിക്ക് കാണാതെ അറിയാൻ ചാടി.
മേഘനയോട് നിനക്കുള്ള സ്നേഹാധിക്യം ഇതിലൂടെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് മോനെ. ഇവിടുള്ള ആരുടെയും നമ്പർ നിനക്ക് ഓർമ്മയില്ല, പക്ഷെ ഭാര്യയുടെ ഫോൺ നമ്പർ നീ മനസ്സിലങ്ങ് പതിച്ചു വെച്ചിരിക്കുകയാണല്ലേ. അത് മതിയല്ലോടാ ഭാര്യയോടുള്ള നിന്റെ സ്നേഹം മനസ്സിലാക്കാൻ. അങ്ങനെയൊന്നും ആയിട്ടില്ല അച്ഛമ്മേ. ഉം. ആദ്യ സമയങ്ങളിൽ ഞാൻ മേഘനയുടെ നമ്പർ എൻ്റെ ഫോണിൽ ഫീഡ് ചെയ്തില്ലായിരുന്നു. ആ സമയത്തൊക്കെ അവളെ വിളിച്ചത് ഞാൻ ഡയൽ ചെയ്തിട്ടാ. അതുകൊണ്ടാണ് ആ നമ്പർ അങ്ങനെ മനസ്സിൽ പതിഞ്ഞു പോയത്. അതെന്തെങ്കിലും ആവട്ടെടാ. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിലൂടെയാ നമ്മുടെ ഉള്ളിലുള്ള ചില കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റും. ആരെയാ നമ്മുടെ മനസ്സ് ഇഷ്ടപ്പെടുന്നെന്നും ആരെയാ മനസ്സ് അകറ്റി നിർത്തുന്നതെന്നും ഇതിലൂടെ മറ്റുള്ളവരും മനസ്സിലാക്കിയാൽ മതിയായിരുന്നു. ഡാഡ്, നമുക്ക് വേറെ എന്തെങ്കിലും കാര്യം സംസാരിക്കാം. ഡാഡ് കഴിക്കേ. മഞ്ജരി, നീ പെട്ടെന്ന് കഴിച്ചിട്ട് എഴുന്നേക്ക്, നമുക്ക് ഓഫീസിൽ പോകാൻ സമയമായി. മഞ്ജരി, മഞ്ജരി, വാട്ട് ഹാപ്പൻ? നീ ഈ ലോകത്തൊന്നും അല്ലെന്ന് തോന്നുന്നല്ലോ. വേറൊന്നും കൊണ്ടല്ല മിഥുൻ, ഞാൻ ആകെ ഫ്രസ്ട്രേറ്റഡാ. അതെന്തിനാ? എന്തിനാണെന്ന് നിനക്ക് അറിഞ്ഞൂടെ? നമ്മുടെ എൻഗേജ്മെന്റ് നടക്കുമെന്ന് കരുതി എന്തൊക്കെ സ്വപ്നങ്ങൾ കണ്ടതാ. ചേച്ചി അനിയത്തിയും കൂടെ ചേർന്ന് ആ സ്വപ്നങ്ങളെല്ലാം തകർത്ത് കളഞ്ഞില്ലേ? അത് ഓർമ്മയിൽ തെളിയുമ്പോഴെല്ലാം എന്റെ ഹൃദയത്തിൽ മുട്ടുസൂചി കൊണ്ട് കുത്തി നോവിക്കുന്ന പോലെ തോന്നുക. മഞ്ജരി, ഇറ്റ്സ് ഓൾ ഓവർ. കഴിഞ്ഞു പോയതിനെ കുറിച്ച് ഓർത്ത് വിഷമിച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. അതൊക്കെ നീ മറന്നുകളാ. അതങ്ങനെ അങ്ങ് മറക്കാൻ പറ്റുമോ ഇത്? കൊച്ചു കാര്യമൊന്നുമില്ലല്ലോ നടന്നത്. മേഘനയും ചാരവും കൂടി പ്രതികാരദാഹികളെ പോലെ അവര് പിടിച്ചത് ജയിക്കാൻ വേണ്ടിയല്ലേ എന്നോട് ഇങ്ങനെ ഒരു ചതി ചെയ്തത്. അവരോടുള്ള എന്റെ പ്രതികാരം തീർത്താലേ എനിക്കിനി സമാധാനം കിട്ടൂ. മഞ്ജരി, കൂൾ. ആക്ച്വലി നടന്നതൊക്കെ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാം നല്ലതിനായിരുന്നു. വാട്ട്? നല്ലതിനാണെന്ന് തോന്നുന്നോ? എന്ത് നല്ലതാ നടന്നത് മിഥുൻ? ശരിക്കും പറഞ്ഞാൽ എൻ്റെ മേഘനയുടെയും ഡിവോഴ്സ് കേസ് കഴിയാതെ ഒരു എൻഗേജ്മെന്റ് നടത്തുന്നതും ശരിയായ കാര്യമല്ല. എടുത്തു ചാടി തെറ്റാ കാണിച്ചുകൂട്ടെ. ആ എൻഗേജ്മെന്റ് എങ്ങാനും നടന്നായിരുന്നെങ്കിൽ ആ വിവരം പുറത്തറിഞ്ഞാൽ അത് നമുക്ക് തന്നെ പ്രശ്നമായി തീർന്നേനെ. അതുകൊണ്ട് നടന്നതെല്ലാം നമുക്ക് നന്മയ്ക്കാന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയാൽ നിനക്കും വേറെ പ്രശ്നങ്ങളുണ്ടാവില്ല. പിന്നെ എന്താ മഞ്ജരി? ആ മേഘനെ അവിടെ ഇരിക്കുന്നത് കാണുമ്പോ എന്റെ നെഞ്ചിനകത്ത് കനല വാരി ഇട്ടതുപോലെയാണ് പൊള്ളുന്നത് മിഥുൻ. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്നുള്ള അഹങ്കാരം അവളുടെ മുഖത്ത് കാണുന്നുണ്ട്. അവളുടെ ഈ ആത്മവിശ്വാസം തകർത്തേ പറ്റൂ. അവളെ ഈ ഓഫീസിൽ നിന്ന് പുകച്ച് പുറത്ത് ചാടിക്കണം. അങ്ങനെ എന്റെ പ്രതികാരം ഞാൻ തീർക്കും. ആർ യു മാഡ് ഓർ വാട്ട്? തക്കതായ ഒരു കാരണവുമില്ലാതെ അവളെ ടെർമിനേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല മഞ്ജരി. അങ്ങനെ ഒരു കാരണം ഞാൻ സൃഷ്ടിച്ചോളാം. നോക്കിയിരുന്നോ? ശരി, നീ എന്തെങ്കിലും ചെയ്യും. ഞാൻ ആ മോനിക്ക ഏജൻസി വരെ ഒന്ന് പോവാം.
കല്യാണം കഴിഞ്ഞൊരു വ്യക്തിയോട് അടുത്ത് തന്നെ ഭാര്യയുള്ളപ്പോ എന്താ നിനക്ക് ഇത്രയ്ക്ക് പറയാൻ? മഞ്ജരി, ഇപ്പൊ നിന്നോട് സംസാരിക്കാൻ എന്റെ ഭർത്താവിന് സമയമില്ല. മിഥുൻ, മേഘനയുടെ നമ്പർ കൂടെ വാങ്ങിച്ചോട്ടോ. അതിന്റെ ആവശ്യമില്ല. മേഘയുടെ നമ്പർ എനിക്ക് കാണാതെ അറിയാൻ ഡാഡ്. എക്സ്ക്യൂസ് മീ. ഈ ഫയൽ ബാണാസുര സാഗറിലുള്ള കാർത്തികേയനി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലേക്ക് കൊടുത്തിട്ട് വരണം. കൊടുത്തിട്ട് വരാൻ പറഞ്ഞ തോന്നിയ പോലെ ഏതെങ്കിലും ഒരു സമയത്ത് കയറി വരണം എന്നല്ല. ഇവിടുന്ന് പോകാൻ 1 മണിക്കൂർ, തിരിച്ചു വരാൻ 1 മണിക്കൂർ. വേണമെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് കൂടി എക്സ്ട്രാ എടുത്തോ. 2 മണിക്കൂർ 10 മിനിറ്റ് കൊണ്ട് വീണ്ടും നീ ഓഫീസിൽ തിരിച്ചെത്തിയിരിക്കണം. അത്രയും ദൂരം പോയിട്ട് വരാൻ ഈ സമയം മതിയാവില്ലല്ലോ. ട്രാഫിക് ബ്ലോക്കോ മറ്റോ ഉണ്ടെങ്കിലോ? ഇങ്ങനെയുള്ള ഫൂളിഷ് റീസൺസ് ഒന്നും എനിക്ക് കേൾക്കണ്ട. ആദ്യം പറഞ്ഞത് ചെയ്തു കാണിക്കും. ഓഫീസിലേക്ക് തിരിച്ചെത്താൻ 1 മിനിറ്റ് ലേറ്റ് ആയ പോലും പിന്നീട് ഈ ഓഫീസിൽ നിനക്ക് ജോലി ഉണ്ടാവില്ല. എന്നെ ടെർമിനേറ്റ് ചെയ്യാനുള്ള കാരണങ്ങൾ അന്വേഷിക്കാണല്ലേ? ആയിക്കോട്ടെ. എന്താ നീ ആലോചിച്ച് നിൽക്കുന്നേ? പോയിട്ട് വാ. മഞ്ജരിയുടെ എൻഗേജ്മെന്റ് മുടങ്ങിയതിന്റെ നിരാശയും വേദനയും കൊണ്ട് എന്നെ ഓഫീസിൽ നിന്ന് മാട്ടി പുറത്താക്കി പ്രതികാരം തീർക്കാൻ നോക്കുകയാണ് മഞ്ജരി. അതിനു വേണ്ടുന്ന കാരണം കണ്ടെത്താൻ വേണ്ടിയാ എന്നെ ഇത്രയും ദൂരത്തേക്ക് അയക്കുന്നത്. എന്ത് വന്നാലും ഞാൻ മഞ്ജരിയുടെ പ്ലാനിന് വഴങ്ങിക്കൊടുക്കുന്ന പ്രശ്നമില്ല. എന്നെ ഓഫീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യാൻ അവൾക്ക് സാധിക്കരുത്. നിനക്ക് എന്ത് പറ്റി മമിത? എന്തു പറ്റിയെന്ന് ചോദിച്ചാ എന്തൊക്കെയോ പറ്റി. നമ്മൾ തമ്മിൽ പ്രണയത്തിലാണ്. എന്നെ കല്യാണം കഴിച്ചോളാം നീ പ്രോമിസ് ചെയ്യാൻ ചെയ്തതാ. എന്നിട്ട് ഇപ്പൊ ആ പ്രോമിസ് ഒക്കെ എവിടെ പോയി? മമിത പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ. എടി പിടിയുന്ന എന്റെ അമ്മ ഫ്രണ്ടിന്റെ മോളെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോ ഞാൻ എങ്ങനെയാ എന്റെ പ്രണയത്തെക്കുറിച്ച് അവിടെ പറയാ? എന്ത് കാര്യം പറഞ്ഞ ഞാൻ ആ കല്യാണം മുടക്കുന്നത്? നമ്മുടെ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞൂടായിരുന്നോ? പറ്റിക്കാനാണോ നീ എന്നെ പ്രേമിച്ചത്? സന്തോഷിനോട് അടുത്തിടപഴകുന്ന ആ പെണ്ണേതാ? അവന്റെ വല്ല കാമുകിയായിരിക്കോ? ഒരു കാര്യം പറഞ്ഞേക്കാം, നീ എന്നെ കല്യാണം കഴിക്കുമെന്നുള്ള വിശ്വാസത്തിലാ ഞാൻ നിന്നെ പ്രേമിച്ചത്. ഇപ്പൊ നിനക്കെന്നെ ചതിക്കാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ അത് പറഞ്ഞേക്ക്. നീ ആ പെണ്ണിനെ കല്യാണം കഴിച്ചാ അപ്പൊ എന്റെ ഗതി എന്താവും? എന്റെ പൊന്നു മമിത, നീ ഇല്ലാണ്ട് ഒരു ജീവിതം എനിക്ക് ഉണ്ടാവില്ല. അക്കാര്യം നിനക്ക് വിശ്വസിക്കാം. നിന്നെ ഞാൻ ഉറപ്പായും കല്യാണം കഴിക്കും. ഇനി ഒരുപക്ഷെ ഞാൻ അവളെ കല്യാണം കഴിച്ചാലും നിന്നെ ഞാൻ ഉപേക്ഷിക്കില്ല. ആ മാരേജ് എന്റെ അമ്മയ്ക്ക് വേണ്ടിയാ. ഈ പ്രേമം നമുക്ക് വേണ്ടി. ആരുടെ കഴുത്തിൽ താലി കെട്ടിയാൽ എന്താ? എന്റെ ജീവനും ജീവിതവും നിനക്കുള്ളതാ. ഇതവന്റെ കാമുകിയാണെന്നതിൽ ഒരു സംശയമില്ല. അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ദേഹത്ത് തൊട്ടവൻ സംസാരിക്കോ? ഇങ്ങനൊരു പെൺകുട്ടിയെ കൂടെ വെച്ചുകൊണ്ടാണോ അവൻ പാവം സഞ്ജനയെ ചതിക്കാൻ നോക്കുന്നത്? അപ്പോ നമ്മൾ തമ്മിൽ ഒരു കല്യാണം ഇല്ലാണ്ട് നാട്ടുകാരുടെ മുൻപിൽ നീ എന്താണെന്ന് പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്താൻ പോകുന്നേ? മമിത, നമ്മൾ പ്രണയിതാക്കളാ. പ്രണയത്തിന് എന്തിനാ വിവാഹമൊക്കെ? ഗാന്ധർവ വിവാഹം മാത്രം മതി. അതെന്താ നീ മനസ്സിലാക്കാതെ? എല്ലാം വിശദീകരിച്ച് ഞാൻ പറയാം. ഇപ്പൊ വന്ന് നിന്നെ ഞാൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം. എഴുന്നേക്ക്. ഈ പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ അവന്റെ ചരിത്രം മൊത്തം പുറത്തെടുക്കാൻ പറ്റും. ഇവന്റെ കഥയുടെ മുഴുവൻ അവതാരവും കിട്ടിയാലേ സഞ്ജനയെ രക്ഷിക്കാനും പറ്റൂ.
സന്തോഷിന്റെ കാറ് കാണുന്നില്ലല്ലോ. ഇനിയിപ്പോ ആ കുട്ടിയെ ഞാൻ എവിടെ നിന്ന് കണ്ടുപിടിക്കും?